ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ ചുമരും മസ്ജിദുൻ നബവിയുടെ മേൽക്കൂരയും എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടിന്റെ ചുമരും മേൽക്കൂരയും. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായ നിങ്ങളൊന്ന് ശരിക്ക്. അപ്പോ ചുമരുകൾ ഉണ്ടായിരുന്നു വീടുകൾക്ക്, അതുപോലെ പള്ളിക്കും ചുമരുകൾ ഉണ്ടായിരുന്നു, മേൽക്കൂര ഉണ്ടായിരുന്നു. എന്തായിരുന്നു മേൽക്കൂര? മേൽക്കൂര ഈത്തപ്പന തടികൾ വിലങ്ങ് വെച്ചിട്ട് ഈത്തപ്പനയുടെ തൂണില് നമ്മളുണ്ടാവുന്ന ഇപ്പൊ പന്തലൊക്കെ ഇടുന്ന വലിയ നമ്മുടെ നാട്ടിൽ പന്തൽ അറിയില്ലേ, പഴയ കാലത്ത് ഓലി ഈ മുളയൊക്കെ വിലങ്ങനെ വെച്ചിട്ടിട്ട് മേലെ ഷെഡ് എന്നറിയില്ല. ഷെഡ് എന്നറിയുന്നത് നമ്മളെ നാട്ടിൽ അതിങ്ങനെ പിന്നെ നടു പൊന്തിയിട്ടും രണ്ട് സൈഡിൽക്കും വെള്ളം ഒഴുകി പോകാനുള്ള രൂപത്തിലൊക്കെ കെട്ടിണ്ടാക്കുന്നതിനാണ് ഷെഡ് എന്ന് പറയുന്നത്. മറ്റേ പന്തൽ എന്നറിയാം നമ്മൾ. അങ്ങനെ മേലെ പന്തലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മസ്ജിദുൻ നബവിയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരുടെ വീടുകൾ അതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരുന്നു. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ വാതിലുണ്ട് തുറക്കുന്നത് പള്ളിയുടെ ഉള്ളിലേക്കാണ്, പള്ളിന്റെ ഉള്ളിലേക്ക് നേരെ കടക്കാം. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ് ആരോ പിന്നെ മറമാടിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയിട്ടുള്ളത്. അവിടെ നേരത്തെ പയ്യോൾ ഉസ്താദ് വിശദീകരിച്ചല്ലോ, നിങ്ങളെല്ലാവരും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലായിരുന്നു. റൂം എന്നൊക്കെ പറയുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരുടെ ആ വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മളുടെ മനസ്സിൽ കാണുന്ന സങ്കല്പത്തിൽ വരുന്ന വീടുകളൊന്നുമല്ല. ചെറിയ ഇന്നത്തെ വീടിന്റെ ഒരു ചെറിയ റൂം, അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ഉസ്താദുമാർ തിരുത്തണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിൽ ഒരാൾ കയറി നിന്നിട്ട് ഒരാൾ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് റൂമിലേക്ക് കയറിയിട്ട് കൈ മേലേക്ക് പൊക്കിയാൽ കൈ മേലെ തട്ടും. അത്ര ഉയരെ ആ പന്തലിനുണ്ടായിരുന്നുള്ളൂ. അതാണ് വീട് കേട്ടാ, മനസ്സിലായോ? ഒരാൾ നിന്ന് കൈ പൊക്കിയാൽ എന്ത് ചെയ്യും? കൈ കൊണ്ട് തൊടാൻ പറ്റും മേൽക്കൂര. അപ്പൊ എന്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയ റൂമിന് 4 ചുമരും ഉണ്ടായിരുന്നു, മേൽക്കൂരയും ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് എച്ചരിക്കുക. ഇത് ശരിക്കും പഠിച്ചു വെച്ചാൽ വഹാബികളെ സാധാരണക്കാരെ വസ്വാസാക്കാൻ വരുന്നവരെ അവരെ ചങ്കിന് പിടിക്കുക. അതിന് വേണ്ടിയിട്ടാ. ഇതിപ്പോ എല്ലാവരും മനസ്സിലാക്കി വെച്ചോ? അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയത് അതിന്റെ മേലെന്തുണ്ട്? കെട്ടിടമുണ്ട്. കെട്ടിടം എന്ന് പറഞ്ഞ് കോൺക്രീറ്റ്. ഇന്നിപ്പോ നമുക്ക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കണ്ട് ഓടി വരലെന്നെ എന്താണ്? കോൺക്രീറ്റിന്റെ കെട്ടിടമായിരിക്കും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഒന്നും ഇല്ലല്ലോ, കെട്ടിടമൊന്നുമില്ല. അപ്പൊ ഖബറിന്റെ മേലെ ബിൽഡിംഗ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമാവൂലേ? നബിയാണല്ലോ അത് പറഞ്ഞത്, ഖബറിന്റെ മേലെ ബിൽഡിംഗ് പാടില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടുന്നത് തന്നെ എന്തിൻ്റെ ഉള്ളിലാണ്? എന്തിൻ്റെ ഉള്ളിലാ? സഹാബത്ത് എന്തിൻ്റെ ഉള്ളിലാ മറമാടുന്നത്? നിങ്ങളടിക്ക്, കേൾക്കുന്നവരടിക്ക്, ശ്രോതാക്കളടിക്ക്. ഖബറിന്റെ മേലെ ബിൽഡിംഗ് പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ. ബിൽഡിംഗ് നമ്മളെ ഇംഗ്ലീഷാണ്, കെട്ടിടത്തിന്റെ ഉള്ളില്. മനസ്സിലായ? എടാ, കെട്ടിടത്തിന്റെ ഉള്ളില്. അപ്പൊ വഹാബി എന്ത് പറയുന്നറിയോ? അപ്പൊ വഹാബി എന്ത് പറയും? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നബിമാരൊക്കെ വഫാത്തായാൽ അവരെവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറമാടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലായ നിങ്ങൾക്ക് വഹാബിന്റെ ഉത്തരം? വഹാബി എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയത് ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ അവന്റെ ഉത്തരം എന്താണ്? മറുപടി, അത് നബിമാരൊക്കെ എവിടെ വെച്ചാണോ വഫാത്തായിട്ടുള്ളത് അവരവിടെ തന്നെ മറമാടണം, വഫാത്തായ സ്ഥലത്ത് മറമാടണം എന്ന് നിയമമുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായ ഉത്തരം? അവരുത്തരം
ശരി, ആ ഉത്തരത്തെ എങ്ങനെ നേരിടും? ആ ഉത്തരത്തെ എങ്ങനെ പൊളിക്കും? ആ ഉത്തരത്തെ പൊളിക്കാനുള്ളത് അടുത്ത ചോദ്യം വഹാബിനോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടാതെ പിന്നെ ആരുടെയെങ്കിലും ഖബറുകൾ അതിന്റെ കൂടെ അതിന്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കാം. അത് ചോദിച്ചാൽ ഉണ്ട് എന്നാ ഇല്ല എന്നാ വഹാബി പറയാ? നിങ്ങളടിക്ക്, ശ്രോതാക്കളടിക്ക്. ഉണ്ട് എന്ന് പറയും, ഉണ്ട് എന്ന് പറയും. എത്ര ആളുടെ ഉണ്ട്? എത്ര ആളുടെ ഉണ്ട്? അത് നിങ്ങളടിക്ക്. രണ്ടാളുടെ ഉണ്ട്, അഞ്ചില്ല. ഒരാൾ 5 എന്ന് പറഞ്ഞു, 5 ഇല്ല, രണ്ടാളുടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഹുജറത്തു ഷരീഫിൽ രണ്ടാളുടെ ഉണ്ട് കേട്ടാ. എന്താണ് ഫൈസലൊക്കെ എവിടുന്നാ വരുന്നത്? 100 എന്നൊക്കെ അടിച്ചിട്ട് പിന്നെ വിഷയം തിരിയാതെ തീയരുത്. രണ്ടാളുടെ ഉണ്ട്. അത് രണ്ടാളാരാ? ഒന്നടിക്ക്, എല്ലാവരും അടിക്ക്. ആ രണ്ടാളാരാ? ആ രണ്ടാളെ പേരടിക്ക്. ഉസ്താദുമാരടിക്കണ്ട, സാധാരണക്കാരടിക്കട്ടെ. അതെ, ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതെ, 2 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഖലീഫമാരും കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലഫാഉർ റാഷിദീങ്ങളിൽ നിന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും വ്യക്തികളായ മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരെ രണ്ടാളെയും അവിടെ മറമാടിയിട്ടുണ്ട്. ഇവർ രണ്ടാളെയും മറമാടിയതാരാ? കേരളത്തിൽ അതിനുള്ളിൽ മറമാടിയത് കേരളത്തിലെ ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നിയുടെ സമസ്തക്കാരാ മറമാടിയത് സുഹൃത്തുക്കളെ? ആണോ? ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ മറമാടിയത് സമസ്തക്കാരാ? ആണോ? ആണോ? അല്ല. തുർക്കി രാജാക്കന്മാരാ? തുർക്കി സുൽത്താന്മാരാ? അല്ല. എന്നാ പിന്നെ ആരാ അവർ? ഇവർ രണ്ടാളേനുള്ളിൽ മറമാടിയത് ആരാ? അത് നിങ്ങളടിക്ക്, കേൾക്കുന്നവരടിക്ക്. ആരാ മറമാടിയത്? അതന്നെ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്താ മറമാടിയത്. നിങ്ങൾ ചിന്തിക്കണം. കണ്ടാ, ഉമറുൽ ഫാറൂഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അതിൽ മറമാടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്, അലിയും കറമല്ലാഹു വജ്ഹഹു ജീവിച്ചിരിപ്പുണ്ട്, സഹാബത്തിൽ പ്രമുഖരായ അനേകായിരം പേര് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മറമാടുമ്പോൾ സഹാബത്ത് ആരും എന്ത് പറഞ്ഞില്ല? ഖബറിന്റെ മേലെ ബിൽഡിംഗ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇതിന് മേൽക്കൂരയും ചുമരുമുണ്ട്, ഇവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മറമാടാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അവിടെ ആ ചുമരും മേൽക്കൂരയും പൊളിച്ചു കളയണം എന്ന് ഇന്നത്തെ വഹാബി പാതിരിമാർ പറയുന്നത് പോലെ, സക്കരിയ സലാഹി പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞതുപോലെ, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്ന് ഒരാൾ പോലും അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ? മനസ്സിലായോ? മനസ്സിലായിക്കണേ എസരിക്കുക. സാധാരണക്കാർക്ക് മനസ്സിലായെങ്കിൽ എസരിക്കുക. അതെ, അൽഹംദുലില്ലാ എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് അന്ന് അപ്പൊ എന്താണ് അന്നൊക്കെ ഉള്ളത്? മേൽക്കൂര. വേറൊരാൾ ഒരു പൈസൽ വന്നിട്ടുണ്ട്, സാധാരണ പൈസലല്ല വന്നിട്ടുണ്ട്, ഇതൊരു 1-2 പൈസലാണ്. മൂപ്പര് 1-2 തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് മൈക്കിൽ വരണോട്ടാ പൈസലെ. ഞങ്ങളൊരു ബുദ്ധിയുള്ള മനുഷ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളായി കാത്തന്വേഷിച്ച് നടക്കുന്ന വഹാബികളെ കൂട്ടത്തിൽ ഒരൊറ്റ ഒന്നും നോക്കുമ്പോൾ ബുദ്ധിയുള്ളത് കാണുന്നില്ല. ഇപ്പൊ ഏതായാലും ഒരു പൈസൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബുദ്ധിമാനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് കിട്ടാ. ഓക്കെ. ഒരുപാട് കാലമായി ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കണം ഈ വഹാബികളെ കൂട്ടത്തിൽ ഏതെങ്കിലും ബുദ്ധിയുള്ളതുണ്ടോന്ന്. അപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ അണ്ടങ്കമ്മികളാ എല്ലാം അതിലുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ബുദ്ധിയുള്ള മനുഷ്യനുണ്ട്, അത് പൈസലാണെന്ന്. അത് നിങ്ങൾക്ക് തന്നെ മൈക്ക് തരും. ഓക്കെ, ഇത് കഴിഞ്ഞാട്ടാ. അപ്പോ മഹാന്മാരായ 2 ഖലീഫമാരുടെയും ഖബറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫും എന്തിൻ്റെ ഉള്ളിലാണ്? ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. മേൽക്കൂരയുടെയും 4 ചുമരുമുള്ള ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. അന്ന് അതിന്റെ മേൽക്കൂരയും ചുമരും, പള്ളിയുടെ മേൽക്കൂരയും ചുമരും ഏതൊരു
മെറ്റീരിയൽ ഏതൊരു രൂപത്തിലും ഏതൊരു അസംസ്കൃത പദാർത്ഥങ്ങൾ വസ്തുക്കളെ കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മിച്ചതായിരുന്നു. കല്ലും മണ്ണും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ഓലയും അതിൻ്റെ തടിമരവും ഉപയോഗിച്ചുള്ളത്. പിന്നീട് പള്ളികൾക്കൊക്കെ മാറ്റം വന്നു. ഇപ്പൊ മദീനത്തെ പള്ളി അന്ന് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളിയുടെ മാതിരിയാണോ സുഹൃത്തുക്കളെ? ആണോ? അല്ല. അപ്പൊ പിൽക്കാലത്ത് ബിൽഡിങ്ങുകൾക്ക് പള്ളികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡോം പണിയ, കുബ്ബ. ഡോം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സാധാരണ മേൽക്കൂര പരന്നിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്തു? അതൊന്നും ഉരുട്ടി റൗണ്ടാക്കിയെന്ന് മാത്രം. ഇതല്ലേ ഇപ്പൊ കുബ്ബ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. പള്ളിക്ക് ഇപ്പൊ മസ്ജിദുൻ നബവിക്ക് കുബ്ബണ്ടാ? മസ്ജിദുൻ നബവിക്ക് കുബ്ബയുണ്ടോ, ഡോമുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ പോയി കണ്ടവരല്ലേ? ഉണ്ടാ? ഉണ്ട് അല്ലേ? മസ്ജിദുൽ ഹറാമിന് കുബ്ബണ്ടാ? ഒരാള് എന്താ പറഞ്ഞ്, വാണിമാലൻ ഇല്ലാന്നടിച്ചു. മസ്ജിദ് നബവിയിൽ കുബ്ബല്ലാന്ന് പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്. ശരി, മൂപ്പർക്ക് തെറ്റിപ്പോയതാണ്. മൂപ്പര് സോറി പറഞ്ഞിട്ടുണ്ട്. മസ്ജിദ് നബവിക്ക് കുബ്ബയല്ല, കുബ്ബകളുണ്ട്, അനേകം കുബ്ബകളുണ്ട്. എന്ന് മാത്രമല്ല, റിമോട്ട് കൺട്രോളിന് നീങ്ങുകയും ഓപ്പൺ ആവുകയും അടയുകയും ചെയ്യുന്ന കുബ്ബ വരെയുണ്ട് കേട്ടാ. അല്ല, മൂപ്പര് അടിച്ച് തെറ്റിപ്പോയതാണ്. മൂപ്പര് സോറി അടിച്ചിട്ടുണ്ട്. ഞാൻ കരുതി വല്ല വഹാബിയായിട്ട് എടുക്കുന്നു. അല്ല, ഇല്ലാന്ന് പറഞ്ഞ് അടിച്ചപ്പോഴേ വഹാബി കണ്ണു കോക്കി നോണാറിയേ. അതാണ് അവരുടെ സ്വഭാവം. ചുട്ടുകൊള്ളുന്ന സൂര്യൻ്റെ ചോട്ടിൽ നിന്ന് കാണും, ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറയാനെന്ത് ചെയ്യും? യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ് ആര്? ഈ വഹാബി മൗലവിമാരെ. അപ്പം അതുകൊണ്ട് അവർക്ക് അതിനൊന്നും മടി ഉണ്ടാവില്ല. നട്ടുച്ച വെയിലത്തെ വിയർത്തിങ്ങനെ ഒരിക്കലുണ്ടാവും. തർക്കിക്കണ സമയത്ത് ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടേ ഇല്ല, ഇന്ന് സൂര്യൻ ഉണ്ടായിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോ ചുരുക്കത്തില് പള്ളിക്കൊക്കെ വന്നതുപോലുള്ള മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ശരീഫക്കും വന്നിട്ടുണ്ട്. പള്ളിക്കൊക്കെ ആർച്ചുകളും അതുപോലെ തന്നെ കുബ്ബകളും ഒക്കെ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന, അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ശരീഫക്കും എന്ത് വന്നിട്ടുണ്ട്? കുബ്ബ വന്നിട്ടുണ്ട്. അത് പല രാജാക്കന്മാരുടെ കാലങ്ങളിലും ഇതൊക്കെ പുതുക്കി പണിയുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങളും ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനും വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇന്ന് കാണുന്ന ആ ഡോമിന്റെ മുമ്പ് വെള്ള കളറിലുള്ള മരം കൊണ്ട് നിർമ്മിച്ചൊരു ഡോം അതിന് മുമ്പുണ്ടായിരുന്നു എന്നും അത് ഇപ്പോഴും ഉണ്ട് എന്നും അതിൻ്റെ മേലെയാണ് ഇപ്പോഴുള്ള ഗ്രീൻ കളറിലുള്ള കുബ്ബയുള്ളത്, നമ്മൾ കാണുന്നതുള്ളത് എന്നും ഹുജറ ഷരീഫയുടെ മസ്ജിദുൻ നബവിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. അല്ല, അതിൻ്റെ താഴെ തന്നെ ഉണ്ട് എന്നാണ്, അതിൻ്റെ താഴെ വേറെ ഒന്നും തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഉസ്താദാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്. സുൽത്താൻ قلوان وكان لونها أولا بلون الخشب ثم صارت باللون الأبيض ثم اللون الأزرق ثم اللون الأخضر واستمرت عليه إلى الآن എന്നാണ് ഉസ്താദ് ഇവിടെ അടിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതിനെ ആദ്യം മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഡോമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഇവിടെ അടിച്ചിലുള്ളത് പിന്നെ അത് വെള്ള നിറമായി, പിന്നെ നിറം മാറി അങ്ങനെ പച്ചയായി എന്നൊക്കെയാണ്, പിന്നെ നീലായി പച്ചയായി എന്നൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, അതിൻ്റെ അടിയിൽ തന്നെ ഇപ്പോൾ കാണുന്ന കുബ്ബയുടെ അതിൻ്റെ മീറ്റർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, താഴെയായിട്ട് വളരെ അല്ലാതെ ഉയരത്തിലല്ലാതെ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഡോം നിലവിലുണ്ട് ഉള്ളിൽ തന്നെ എന്നാണ് ഞാൻ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് എന്നറിയിക്കുന്നു. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു.
മറ്റുള്ള ആളുകൾക്ക് മൈക്കെടുക്കുക. ഫൈസൽ പോയാ? ഫൈസലെ ഒന്ന് നിങ്ങളൊന്ന് മൈക്കിൽ വന്നോളൂ, ഞാൻ മൈക്ക് കൂട്ടും. നേരത്തെ ഇവിടെ അടിച്ചിന ഫൈസലില്ലേ? അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. നമ്മളൊരു ബുദ്ധിമാനെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പരുള്ള ബുദ്ധി പോയാ? കിതാബ് ഉംദത്തുൽ അഖ്ബാർ ഫി മദീനത്തുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി അങ്ങനെ ഒരുപാട് വിചാരിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ അത് ലഭ്യമാണ്. ഇപ്പൊ ഫൈസൽ പറഞ്ഞു നിങ്ങൾ പറയൂന്ന്. ഓക്കെ. എന്നാ ഇനി ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ കേട്ടിരുന്നാ മതിട്ടാ. ജാതി എന്ത് ടെസ്റ്റൊന്നും അടിക്കരുത് കേട്ടാ. ഞാൻ മൈക്ക് വിട്ടു, മറ്റുള്ളവർ മൈക്ക് എടുക്കുക. പയ്യോളി ഉസ്താദൊക്കെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും.